നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിച്ചുപറിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ. പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശമുയർത്തി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ പ്ലാന്റേഷൻ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റും INTUC ദേശീയ സെക്രട്ടറിയുമായിരുന്ന PA ജോസഫിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KPW യൂണിയൻ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായ യോഗത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം കോർപ്പറേറ്റ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടറുമായ റവറന്റ് ഡോക്ടർ പോൾ പാറേത്താഴം പുരസ്കാര വിതരണം നടത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ 207 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 2024 മാർച്ചിൽ നടത്തിയ SSLC പരീക്ഷയിൽ 85 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+, 27 പേർക്ക് 9 A+, +2 പരീക്ഷയിൽ 73 പേർക്ക് ഫുൾ A+, 22 പേർക്ക് 5 A+ എന്നിങ്ങനെയായിരുന്നു വിജയം. ജില്ലയിലെയും കോതമംഗലം രൂപതയിലെയും ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. പരീക്ഷയ്ക്ക് ജയിച്ചാലും ജീവിതത്തിൽ തോറ്റുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് കൂടി പറയാൻ ആശിക്കുകയാണ്. എല്ലാം കൗതുകത്തിന് ആരംഭിക്കണേ, എല്ലാം രസത്തിന് ആരംഭിക്കണേ, എല്ലാം കൂട്ടുകെട്ടിന്ന് ആരംഭിക്കണേ. ഇത് കുറച്ചല്ലേ ഉള്ളൂ. അവൻ പറഞ്ഞല്ലേ, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള ലാഘവ ചിന്തകളോടെ ആരംഭിക്കുന്ന ചെറിയ ചെറിയ കാലിടറുകള് 4ാം നിലയുടെ 5ാം നിലയുടെ മുകളിൽ സംഭവിക്കുമ്പോൾ ആ വീഴുന്ന വീഴ്ചയുടെ ആക്കം വലുതായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് A+ മേടിച്ച് പോകുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിവരയിട്ട് ഞാനത് പറഞ്ഞത്. ഇവിടെ പഠിച്ച കുട്ടികള് മഹാന്മാരാകാൻ വേണ്ടി ഇവിടെ എത്തിയവരാണ്. അവർക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെയും നാടിന്റെയും ഈ ലോകത്തിന്റെയും ഗതി നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങളാണ് ഏറ്റവും യോജിച്ചവരെന്ന് കണ്ടുകൊണ്ട് അതിലുയർന്ന വിദ്യാഭ്യാസമാണ് ഈ സ്കൂളിൽ കിട്ടുന്നത് കണ്ടുകൊണ്ട് ദൈവം നിങ്ങളെ ഇവിടെ എത്തിക്കുകയും അത് പഠിച്ച് ഏറ്റവും നല്ല മാർക്കോടുകൂടി ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് സഹകരിച്ചതിന്റെ ഭാഗമായി നല്ല മാർക്ക് കിട്ടി വിജയം നേടുകയും ചെയ്ത നിങ്ങൾ ആ വിജയത്തിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പുകൾ ഇനിയുള്ള നാടുകളിൽ നടത്തണമെന്ന് സ്നേഹം അഭ്യർത്ഥിക്കുകയാണ്. ഉപരി പഠനത്തോടും കൂട്ടുകാർ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ നടത്തുന്ന കോഴ്സ് തെരഞ്ഞെടുപ്പിലും എല്ലാം ആ വിവേകവും ആ ദൈവചിന്തയും സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ നഷ്ടം വരില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിയത്. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായ യോഗത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം കോർപ്പറേറ്റ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടറുമായ റവറന്റ് ഡോക്ടർ പോൾ പാറത്താടം പുരസ്കാര വിതരണം നടത്തി. ജുവാന ഇലിയാസ്, അനുപ്രിയ സുരേഷ്, R നായർ, റിച്ചു റോയ്, സുധീഷ്, ജിയാജോ ടെൻഷൻ, ആൻഡ്രിസ ബൈജു,
മുഹമ്മദ് അർഷാദ് കെ എൻ, ആഷ്മിന അഷറഫ്, ജെറി ജോയ്സ്, ലിയോ അനോഷ്, നിയാൻ ജയൻ, നികിത ബിജു, അഫീഫ നിസാം, അലീന ബാബു, ആൻഡ്രിയ മേരി ജയൻ, ആൻഡ്രിയ ജോസഫ്, ഏഞ്ചൽ മരിയ ബിജു. ഇതോടൊപ്പം 7ാം ക്ലാസ്സിലെ മത്സര പരീക്ഷയായ USS 48,000 രൂപ കിട്ടുന്ന കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് NMMS എന്നിവ വിജയിച്ചവർക്കും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന തളിര് സ്കോളർഷിപ്പ് വിജയിച്ച വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ മാത്യു എടാട്ട്, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പിള്ളിൽ, വാർഡ് മെമ്പർ ആൻസി സിറിയക്, PTA പ്രസിഡന്റ് ജോസൻ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായ ആൻമരിയ മൈക്കിൾ, തെരേസ് മാത്യു എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് സ്വാഗതവും ഹെഡ്മാസ്റ്റർ സജി മാത്യു നന്ദിയും പറഞ്ഞു. മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോവാന വിൻസെന്റ്, അനുശ്രീ ജയൻ, സയന സുൽത്താന ഷമീർ, VS ശ്രുതലക്ഷ്മി എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പഴേരി ഫാമിലി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ പഴേരി ഗോൾഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ക്ലാസിന് PM അബ്ബാസ് മാസ്റ്റർ നേതൃത്വം നൽകി. പഠന ആസൂത്രണം, ടൈം മാനേജ്മെന്റ്, കരിയർ പ്ലാനിംഗ് എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. PM അബ്ദുൾ സമദ്, നിസാർ പഴേരി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും തുടർ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എത്ര ചെറിയ കുട്ടിക്ക് എത്ര വലിയ ആൾക്കും 8 മണിക്കൂർ കിട്ടുന്നത്, ആ 8 മണിക്കൂർ നിർബന്ധമായി വളർത്തുക. അത് പരീക്ഷയുടെ തലേദിവസവും. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിച്ചുപറിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ. അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം പിടിച്ചെടുത്ത് ജീവാനന്ദൻ സമ്പാദ്യ പദ്ധതി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ ധർണ സിന്ദാബാദ്, ദൂർത്തടിക്കാൻ പണമുണ്ട്, ടൂറുപോകാൻ പണമുണ്ട്, പാവപ്പെട്ട ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പണമില്ല. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിച്ചുപറിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ. അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം പിടിച്ചെടുത്ത് ജീവാനന്ദം സമ്പാദ്യ പദ്ധതി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ അവിടെ നമ്മളിൽ നിന്നും അവിടുത്തെ ജീവനക്കാരിൽ നിന്നും 300 രൂപ മാത്രം, അങ്ങനെ പ്രതിവർഷം 3600 രൂപ പിരിച്ചെടുത്തതിന് ശേഷം
10 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് അവിടെ നൽകുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ചികിത്സാ സഹായത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ പരിഹരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. മാത്രമല്ല അവിടെ 300-ൽ പരം ആശുപത്രികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആശുപത്രികൾ, സ്പെഷ്യലൈസ് ചെയ്ത ആശുപത്രികൾ. ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും തരാതെ നമ്മുടെ പൈസ മാത്രം കവർന്നെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. നമ്മുടെ ഈ ജീവനക്കാരൻ്റെ PF ആയിട്ടും ജനറൽ ഇൻഷുറൻസ് ആയിട്ടും SLA ആയിട്ടും നിരന്തരം പദ്ധതികളിലൂടെ പണം, സമ്പാദ്യ പദ്ധതികൾ സർക്കാരിന് വേണ്ടി നടത്തപ്പെടുമ്പോഴാണ് നമ്മുടെ പെൻഷൻ പോലും അട്ടിമറിക്കാനുള്ള ഈ പുതിയ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു അധ്യക്ഷനായി. രാജിമോൻ ഗോവിന്ദ്, സുനിൽ T. തോമസ്, ഷിൻഡോ ജോർജ്, ലിജോമോൻ ജോസഫ്, ജിബിൻ ജോസഫ്, ജോസഫ് മാത്യു, ജീസം അലക്സ്, ഡയസ് സെബാസ്റ്റ്യൻ, ദീപു ജോസ്, രതീഷ് VR, അജീഷ് കുമാർ TB എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCCയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ കർമ്മ പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് അധ്യക്ഷത വഹിച്ച സമ്മേളനം 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ ഉദ്ഘാടനം ചെയ്തു. പ്ലോഗിംഗ് റൺ കേണൽ പ്രശാന്ത് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 4 പാതയുടെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ കേഡറ്റുകൾ ശുചിത്വ സന്ദേശം നൽകി. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCCയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ കർമ്മ പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നടൽ, പരിസ്ഥിതി സെമിനാർ, കൃഷിത്തോട്ട നിർമ്മാണം, ക്ലീൻ ഇന്ത്യ ഡ്രൈവ്, ഫലവൃക്ഷത്തൈകളുടെ വിതരണം തുടങ്ങി വ്യത്യസ്തതയാർന്ന കർമ്മ പരിപാടികളാണ് പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കോളേജിൽ സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് അധ്യക്ഷത വഹിച്ച സമ്മേളനം 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ ഉദ്ഘാടനം ചെയ്തു. Whatever we have got from our yesteryears, from the ancestors, when we look at it today, if we don't nurture it, we don't take care of it, we won't devote time to it, so it will be futile for the next generation which is coming up. So what we have got from our ancestors, we should nurture it and give it in a better way to the next generation. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, കോളേജ് ബർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, സുബേദാർ മേജർ സുഖിജിത്ത് സിംഗ്, സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് S. എന്നിവർ പ്രസംഗിച്ചു. പലപ്പോഴും ഞാൻ നോക്കിക്കാണാറുണ്ട്, നിങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊരു മാനുഷിക മുഖം നൽകിക്കൊണ്ട് ഇടപെടുന്നു. നിങ്ങളുടെ ഇന്റർവെൻഷൻ അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ 2 ദിവസങ്ങളായിട്ട് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ജൈവ കൃഷിയൊക്കെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് മാനുഷിക മുഖം നൽകിക്കൊണ്ട്, മാനുഷിക മുഖം എന്ന് പറയുമ്പോൾ മാനുഷിക മുഖത്തിന് ഹൃദയവികാര ചേതനയൊക്കെയുണ്ട്, വികാരങ്ങളുണ്ട്, വേദനയുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ ഭൂമിയുടെ സന്തോഷം നമ്മുടെ സന്തോഷമാകണം, ഭൂമിയുടെ ദുഃഖം നമ്മുടെ ദുഃഖമാകണം. അവളുടെ നിലനിൽപ്പിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെയും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭൂമി വരും തലമുറയ്ക്ക് വാസയോഗ്യമാണ്. അതാണല്ലോ റിയൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. തുടർന്ന് നടന്ന പ്ലോഗിംഗ് റൺ കേണൽ പ്രശാന്ത് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 4 പാതയുടെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ കേഡറ്റുകൾ ശുചിത്വ സന്ദേശമേകി. തുടർന്ന് ന്യൂമാൻ NCC നേതൃത്വം നൽകുന്ന യുവ ഹരിതഭൂമി പ്രോജക്ടിന്റെ ഭാഗമായി കേഡറ്റുകൾ കൃഷിത്തോട്ടം നിർമ്മിച്ചു. പച്ചക്കറി ഇനങ്ങൾ, ആയുർവേദ സസ്യങ്ങൾ, മരച്ചീനി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. 2013 ആരംഭിച്ച ഈ പ്രോജക്റ്റിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ NCCയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കപ്പെടുന്നത്. വിവിധ കർമ്മ പരിപാടികൾക്ക് അണ്ടർ ഓഫീസർമാരായ സാരംഗ് ഷാജി, രാധിക MR, സർജൻ അഭിനവ് ജയേഷ്, ബ്രിജിറ്റ് ടോമി, അഖിൽ കുമാർ, മെൽബിൻ മർക്കി, AB ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശമുയർത്തി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D. ബിനിൽ ക്യാപ്റ്റനായും ജില്ലാ സെക്രട്ടറി KS രാഗേഷ് മാനേജരായും സംഘടിപ്പിച്ച പദയാത്ര മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ പരിസ്ഥിതി പ്രവർത്തകൻ NU ജോൺ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV സാജൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശമുയർത്തി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
പരിസ്ഥിതി സംരക്ഷണ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. പ്രകൃതിയിലേക്ക് മടങ്ങുക, ഭൂമി ചിരിക്കട്ടെ എന്ന സന്ദേശമുയർത്തി സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പദയാത്രയുടെ ഭാഗമായാണ് ജില്ലയിലും യാത്ര സംഘടിപ്പിച്ചത്. വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തിയും വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ജീവനക്കാർ പങ്കെടുത്താണ് തൊടുപുഴയിൽ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ക്യാപ്റ്റനായും ജില്ലാ സെക്രട്ടറി KS രാഗേഷ് മാനേജരായും സംഘടിപ്പിച്ച പദയാത്ര മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ പരിസ്ഥിതി പ്രവർത്തകൻ NU ജോൺ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നഗരം ചുറ്റി സഞ്ചരിച്ച സന്ദേശയാത്ര തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഭൂമിയുടെ തരം മാറ്റൽ ഉൾപ്പെടെ ഇവിടെ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ അതുവരെ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു വിഷയത്തിലും ആദ്യം മുൻകഴിഞ്ഞ ജില്ലാ ഓഫീസറുമുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ ആളുകൾ നമുക്കറിയാം, ഓരോ ദിവസവും നാടും നഗരവും വികസിക്കുന്നതിനനുസരിച്ച് ജനസാന്ദ്രത കൂടുന്നതിനനുസരിച്ച് വികസനത്തിൻ്റെ രീതിയിൽ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നത് അത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് എല്ലാ നഗരങ്ങളിലെയും പോലെ തൊടുപുഴയിൽ. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് പല രീതിയിലാണെന്ന് മാത്രം. കഴിഞ്ഞ ദിവസവും രാത്രിയിലൊന്ന് അനുഭവിച്ചു. ഇനിയും 2 മണിക്കൂർ തുടർച്ചയായി തുടർച്ചയായി മഴ പെയ്താൽ നമ്മളും ഇപ്പോൾ അനുഭവിക്കും. ഇതാരും വരുത്തി വയ്ക്കുന്നതല്ല. പിറ്റേ ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ നഗരസഭയുടെ ഘടികാരസ്ഥിതിയും ജനപ്രതിനിധികളുടെ കാര്യക്ഷമമില്ലാത്ത പെരുമാറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ തിരിഞ്ഞു നോക്കാത്തതിൻ്റെയും പേരിൽ നഗരം വെള്ളത്തിലായി, അല്ലെങ്കിൽ അവിടെ മണ്ണിടിഞ്ഞു, ഒരു സുരക്ഷാ ഭീഷണിയാണെന്ന് വാർത്തകൾ വന്നു. ആ വാർത്തകൾക്ക് 2 ദിവസത്തെ ആയുസേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് അത് ആവർത്തിക്കും. ജില്ലാ പ്രസിഡന്റ് KV സാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം R ബിജുമോൻ, ജില്ലാ സെക്രട്ടറി KS രാഗേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജാഥ ക്യാപ്റ്റൻ D ബിനിൽ മറുപടി പ്രസംഗം നടത്തി. ജില്ലാ ട്രഷറർ B സുധർമ്മ സ്വാഗതവും വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി CG അജീഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓൾ ഇന്ത്യ പ്ലാന്റേഷൻ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റും INTUC ദേശീയ സെക്രട്ടറിയുമായിരുന്ന PA ജോസഫിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KPW യൂണിയൻ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ദേശീയതലം വരെ ശബ്ദമുയർത്തിയ നേതാവായിരുന്നു PA ജോസഫ് എന്ന് നേതാക്കൾ അനുസ്മരിച്ചു. ഓൾ ഇന്ത്യ പ്ലാന്റേഷൻ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റും INTUC ദേശീയ സെക്രട്ടറിയുമായിരുന്ന അന്തരിച്ച PA ജോസഫിന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് KPW യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ഓഫീസിൽ വെച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. തങ്ങളുടെ പ്രിയ നേതാവിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പ്രവർത്തകർ പുഷ്പാർച്ചനയർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷനായി. AICC അംഗവും KPW യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് EM അഗസ്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി, ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട PA ജോസഫ് ഏറ്റവും ഊർജ്ജസ്വലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിലുള്ള അപൂർവം നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഒരു നിറ സാന്നിധ്യമായിരുന്നു. പീരുമേട് തോട്ടം മേഖലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കരുത്തുറ്റ തൊഴിലാളി സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ PA ജോസഫ് വളരെ അക്ഷീണമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയാണ് നമ്മൾ ആചരിക്കുന്നത്. ജോസഫിൻ്റെ പ്രവർത്തന ശൈലി, ആ പ്രവർത്തന ശൈലിയോട് ഒത്തുപോകാൻ പലർക്കും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്പീഡ് മറ്റാർക്കും ഉണ്ടാകുന്നതല്ല. ജോസഫ് പക്ഷേ ഒരു മോഡലായിരുന്നു. അദ്ദേഹം INTUCയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായി, പ്ലാന്റേഷൻ ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി. അതുപോലെ അദ്ദേഹം കൈവയ്ക്കാൻ കഴിയാത്ത മേഖലകൾ ഒന്നുമില്ല. അക്കാര്യത്തിൽ നമ്മളെ വിട്ടുപോയ ജോസഫിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ യൂണിയൻ, കേരള പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയൻ പ്രത്യേകം ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ജോസഫിൻ്റെ സ്മരണയ്ക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാശാന്തി നടന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻ മക്കൽ, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, മേഖലാ പ്രസിഡന്റ് പെരിയാർ ഗണേശൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മഹേഷ്, ഭാരവാഹികളായ ഷാൻ അരുവിപ്ലാക്കൽ, N മഹേഷ് തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ,
വണ്ടിപ്പെരിയാർ. കാനറ ബാങ്ക് ചെറുതോണി ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് പരിസ്ഥിതി ദിനാചരണവും ഫലവൃക്ഷത്തൈ വിതരണവും നടത്തി. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന യോഗം സോഷ്യൽ ഫോറസ്ട്രി ACF VK ബിപിൻ ദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാനറ ബാങ്ക് ചെറുതോണി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളെ പങ്കെടുപ്പിച്ച് പരിസ്ഥിതി ദിനാചരണവും ഫലവൃക്ഷ തൈ വിതരണവും നടത്തി. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി VK ബിപിൻ ദാസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയുക, വന്യജീവികൾക്ക് ഉണ്ടാകുന്ന സ്ഥലക്കുറവിൻ്റെയൊക്കെ അടിസ്ഥാനം ശരിക്കും ആദ്യം പറഞ്ഞ പ്രൊഡക്ഷൻ പോളിസിയിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ പോളിസിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ റിസൾട്ട് ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. അപ്പം അത് കാലക്രമമായി മാറ്റേണ്ടിയിരുന്ന ചില സംവിധാനങ്ങൾ അല്ലെ പോളിസി ഡിസിഷൻസ് മാറ്റേണ്ടിയിരുന്ന അതെന്ന് വെച്ചാൽ നമ്മളൊരു പോളിസി എടുത്തിട്ട് പഞ്ചവത്സര പദ്ധതി പോലെ 5 വർഷത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സംവിധാനമല്ല പ്രകൃതിയുടെ ചില പോളിസി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പുമായിട്ടുള്ള പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ലാൻഡ് ഇഷ്യൂ. സ്ഥലത്തിനുള്ള സ്ഥലത്തെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂ നിയമങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം തന്നെ ബാങ്ക്മാനോട് ചോദിച്ചാൽ നമുക്കറിയാം, തൻ്റെ കയ്യിൽ ഭൂമിയുണ്ട്, ഭൂമിക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശം ക്രയ അവകാശങ്ങളോ ഇല്ലാത്ത തരത്തിലുള്ള ഒരു 10 കൂട്ടം പട്ടയങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട്. വ്യാപാരി വ്യവസായി ചെറുതോണി യൂണിയൻ പ്രസിഡന്റ് ജോസ് കുഴികണ്ടം അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. കാനറ ബാങ്ക് ചെറുതോണി ബ്രാഞ്ച് മാനേജർ ആൽബർട്ട് P. സെബാസ്റ്റ്യൻ പരിസ്ഥിതി സന്ദേശം നൽകി. ഷിജോ തടത്തിൽ, അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, ഔസേപ്പച്ചൻ ഇടക്കുളം, അനൂപ് ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടവെട്ടി ഡിപ്പോ അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത ശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 3-ാം വാർഡ് മെമ്പർ ബിന്ദു ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. പുതിയതായി പ്രവേശനം നേടിയ കുട്ടികളെ സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. തൊടുപുഴ ICDSന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇടവെട്ടി പഞ്ചായത്തിലെ 74-ാം നമ്പർ ഇടവെട്ടി ഡിപ്പോ അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ALMSC അംഗങ്ങൾ, അമ്മമാർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിന്റെ ഉദ്ഘാടനം 3-ാം വാർഡ് മെമ്പർ ബിന്ദു ശ്രീകാന്ത് നിർവഹിച്ചു. വികലമായി വിരാജിപ്പു നിത്യവും മുക്തി തന്നെയാം സ്വർഗരാജ്യത്തിലെ എൻ്റെ നാടും നുണരണേ ദൈവമേ, മുക്തി തന്നെയാം സ്വർഗരാജ്യത്തിലെ. നമുക്ക് സർക്കാർ ഉത്തരവ് തന്നത് പ്രകൃതി വിഭവങ്ങളായ ചക്ക, മാങ്ങ, പൈനാപ്പിൾ, മാമ്പഴം ഇതെല്ലാം ഞങ്ങൾ ശേഖരിച്ച് വെച്ച് വലിയ രീതിയിൽ പ്രവേശനോത്സവം ആഘോഷിക്കാനായിട്ട് നമ്മൾ വീട് തോറും കയറി നടന്ന് പ്രവർത്തകരെ എല്ലാം വിളിച്ച് ഇന്ന ദിവസം ഇത് ആഘോഷിക്കാനായിട്ട് എല്ലാവരെയും നേരിട്ട് ചെന്ന് വിളിച്ച് നമ്മൾ ഇത് വലിയൊരു പരിപാടിയാക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മഴ ചതിച്ചത്, ഈ പരിപാടി മാറ്റി വെച്ചത്. അപ്പം പെട്ടെന്നൊരു അവസരത്തിലാണ് ഇന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൽ നമ്മുടെ അക്ഷരമുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. 1-ാം വാർഡ് മെമ്പർ സുജാത ശിവൻ അധ്യക്ഷത വഹിച്ചു. പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്കും പ്രീ സ്കൂൾ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. പങ്കെടുത്ത എല്ലാവരിൽ നിന്നും നറുക്കെടുത്ത ഒരു സർപ്രൈസ് സമ്മാനവും വിതരണം ചെയ്തു. പ്രകൃതിദത്ത പഴവർഗ്ഗങ്ങളായ ചക്കപ്പഴം, മാമ്പഴം, പേരയ്ക്ക, മൾബറി എന്നിവ എല്ലാവർക്കും നൽകി. പ്രകൃതിയിൽ നിന്നും ലഭിച്ച പൂക്കൾ ഉപയോഗിച്ചുള്ള ചെണ്ടുകളും നൽകി. SSLC+2 പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളെയും ദേശീയ വടംവലി മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ ദേവിക S. നായരെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ICDS സൂപ്പർവൈസർ ദിവ്യ ദിവാകരൻ, KR ദേവരാജൻ, TC ചാക്കോ, സൽമ സെയ്ദ് മുഹമ്മദ്, സുമതി പ്രഭാകരൻ, ഉഷ സോമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അംഗൻവാടി വർക്കറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ പത്മാവതി രഘുനാഥ് സ്വാഗതവും സുമതി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി
കേരള കർഷക ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷങ്ങളുടെയും ഔഷധച്ചെടികളുടെയും തൈകൾ വിതരണം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ ടി.ജി. ബിജു അധ്യക്ഷത വഹിച്ചു. CMB സംസ്ഥാന സെക്രട്ടറി കെ. സുരേഷ് ബാബു തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. VR അനിൽകുമാർ, കൃഷ്ണൻ കണിയാപുരം, SK മധു, PA ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലോകം ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. പരിസ്ഥിതിക്ക് വളരെയധികം കോട്ടങ്ങൾ തട്ടുകയും അതിൻ്റെ പേരിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനവും മറ്റ് പല പ്രശ്നങ്ങളും കൊണ്ട് ഇന്ന് കാർഷിക മേഖല ആകപ്പാടെ ഒരു അസന്തുലിതാവസ്ഥയിലായിരിക്കുന്നു. മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഒരു ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത്. അപ്പോൾ അതിന് ഒരു ഓർമ്മപ്പെടുത്തൽ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ലോകം ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പം കേരള കർഷക ഫെഡറേഷൻ കേരളത്തിലെ 14 ജില്ലകളിലും അതിൻ്റെ ജില്ലാ കമ്മിറ്റികളും അതുപോലെ ഏരിയ കമ്മിറ്റികളുടെ എല്ലാം നേതൃത്വത്തിൽ ഇതുപോലെ വൃക്ഷത്തൈകൾ, അതുപോലെ ഫലവൃക്ഷത്തൈകളും പിന്നെ ഔഷധ വൃക്ഷത്തൈകളും എല്ലാം വിതരണം ചെയ്തുകൊണ്ടും ഇത്തരം തൈകൾ നട്ടുകൊണ്ടുമെല്ലാം പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള കർഷക ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഔഷധ വൃക്ഷത്തൈകളും അതുപോലെ ഫലവൃക്ഷത്തൈകളും എല്ലാം വിതരണം ചെയ്തുകൊണ്ടിരുന്ന പരിസ്ഥിതി ദിനം വളരെ സമുചിതമായ രീതിയിൽ തന്നെ ആചരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതിക്ക് വളരെയധികം കോട്ടങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ജീവജാലങ്ങളുടെ, മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പരിസ്ഥിതി ദിനം അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മ ദിനമായിട്ട് മാറട്ടെ എന്നും പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നും മാത്രം ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ വിതരണവും തൊടുപുഴ അല്ലസർ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വൈദ്യർ CD ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ KM മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K. സോമൻ വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ വിതരണവും തൊടുപുഴ അല്ലസർ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വൈദ്യർ CD ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ KM മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യം മനുഷ്യന് ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ എല്ലാം ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള പരിസ്ഥിതി ദിനാചരണങ്ങൾ ഓരോ വർഷവും നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്യുകയും പരിപാടികൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് ഈ പരിസ്ഥിതിയുടെ പ്രയോജനം അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഈ പരിപാടികൾ സംഘടിപ്പിച്ച ഈ നമ്മുടെ സംസ്ഥാന നേതാക്കൾക്ക് എല്ലാവർക്കും അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിൽ ഹാർദവമായ സ്വാഗതവും ഒപ്പം നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മഹത്തായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K. സോമൻ വൃക്ഷത്തൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വരുന്ന നാളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ വിദ്യ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കടമ. നമ്മളിന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇവിടെ തൊടുപുഴയെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അല്ലസർ കോളേജിനെ, നമ്മൾ അല്ലസർ സ്കൂളിനെ, പബ്ലിക് സ്കൂളിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയ്ക്ക് അറിവ് നൽകുന്നതിൽ, അവരുടെ ജീവിതം കൈപിടിപ്പിക്കുന്നതിൽ, ഒപ്പം പുതിയ തലമുറയെ ഉന്നതങ്ങളിലേക്ക് വാർത്തെടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഈ പ്രദേശത്തെ അല്ലസർ സ്ഥാപനം. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലാലു ചെങ്ങനാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കോർഡിനേറ്റർ ജോസ് വഴുതനപ്പള്ളി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന നേതാക്കളായ ബിജു വർഗീസ്, ടെന്നി ജോസ്, നൈസി തോമസ്, ഷീബ ടോമി, മാത്യു ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് മാണി, VN മോഹനൻ, CK ചാക്കോച്ചൻ, ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ വിജയൻ വല്യപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം.
കുട്ടികളെ പ്രകൃതിയോടും കൃഷിയോടും ചേർത്ത് നിർത്തുന്നതിനായി വൈവിധ്യമാർന്ന പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ വിപുലമായി ആചരിച്ചു. കോടിക്കുളം കൃഷിഭവന്റെ സഹകരണത്തോടെ ഉദ്ഘാടനം ചെയ്തു. ഓരോ കുട്ടിക്കും സ്കൂളിലും വീട്ടിലും ഓരോ പച്ചക്കറി തൈ വീതം നട്ടുപരിപാലിച്ച് വിളവെടുക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കുമുള്ള ചെടികൾ കോടിക്കുളം കൃഷിഭവൻ നൽകി. കുട്ടികളെ പ്രകൃതിയോടും കൃഷിയോടും ചേർത്ത് നിർത്തുന്നതിനായി വൈവിധ്യമാർന്ന പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ ആഘോഷിച്ചു. കോടിക്കുളം കൃഷിഭവന്റെ സഹകരണത്തോടെ എൻ്റെ കൃഷി വീട്ടിലും വിദ്യാലയത്തിലും എന്ന പദ്ധതി കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു നിർവഹിച്ചു. ഓരോ കുട്ടിക്കും സ്കൂളിലും വീട്ടിലും ഓരോ പച്ചക്കറി തൈ വീതം നട്ടുപരിപാലിച്ച് വിളവെടുക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കുമുള്ള ചെടികൾ കോടിക്കുളം കൃഷിഭവൻ നൽകി. വൈസ് പ്രസിഡന്റ് ഹലീമ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ആന്റണി, വാർഡ് മെമ്പർമാരായ പോൾസൺ മാത്യു, ബിനുമോൻ TC എന്നിവർ പങ്കെടുത്തു. കൃഷി അസിസ്റ്റന്റ് നിഷാദ് പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ KS അബ്ദുൽ ഖാദർ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് അനുമോൾ NS നന്ദിയും പറഞ്ഞു. സ്കൂൾ കോമ്പൗണ്ടിൽ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മ മരം നട്ടു. വാർഡ് മെമ്പർ ഷെർലി ആന്റണി, PTA പ്രസിഡന്റ് ബിനോ പോൾ, MPTA പ്രസിഡന്റ് അനുജ അജയ്, കമ്മിറ്റി അംഗങ്ങളായ യൂസഫ് അലി, അനൂപ് PN, നസ്രത്ത് NU, ഓമന ജിനോ, സിബി അൻസാരി, ഷാമില അർഷാദ്, സോമി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾക്കായി നടന്ന പരിസ്ഥിതി സെമിനാറിന് ജോൺസൺ മാത്യു നേതൃത്വം നൽകി. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം, ക്വിസ് മത്സരം എന്നിവയും നടത്തി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മണക്കാട് തോടിന്റെ കരകളിലെ മരംനടീൽ പരിപാടി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ്, തൊടുപുഴ നഗരസഭയിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി എന്നിവ ചേർന്ന് മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മണക്കാട് തോടിന്റെ കരകളിലെ മരം നടീൽ പരിപാടി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകത്തിൽ നിന്നും പഠിച്ചെടുക്കുന്നതിനെ കൂടാതെ പൊതുസമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കാവുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് മുമ്പോട്ട് നടത്തിയ ക്ലാസ്സിലും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് പരിസ്ഥിതിയുടെ ദുർബലമായ കാലഘട്ടം 2018 നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം ഞാനോട് സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പരിസ്ഥിതിയെ പരിപാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു പുരോഗമന കാലഘട്ടത്തിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങ് ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുന്നതിന് വാക്ക് നടത്തുന്നു. നന്ദി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ്, തൊടുപുഴ നഗരസഭയിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി എന്നിവ ചേർന്ന് മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അശ്വതി VS, സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു P, ജില്ലാ യൂത്ത് ക്ലബ്ബ് ട്രഷറർ AP മുഹമ്മദ് ബഷീർ, BMC മെമ്പർ MN ജയചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ജില്ലാ യൂത്ത് ക്ലബ്ബ് സെക്രട്ടറിയും BMC കൺവീനറുമായ N രവീന്ദ്രൻ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ ആശാമോൾ KR നന്ദിയും പറഞ്ഞു. BMC അംഗം ഷിജി ജെയിംസ്, അധ്യാപകരായ ചിത്ര മോഹൻ, K ജയരാജ്, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ തൈ നടീലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിച്ചുപറിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ. പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശമുയർത്തി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ പ്ലാന്റേഷൻ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റും INTUC ദേശീയ സെക്രട്ടറിയുമായിരുന്ന PA ജോസഫിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KPW യൂണിയൻ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.